ഹൈ ജെഇ ആസ്പിരൻസ് 2026 ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളായിരിക്കും നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോഴും ബാക്കിയുണ്ടാവും. അതായത് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഓൺലൈൻ മോഡിലാണോ അതോ ഓഫ്ലൈൻ മോഡിലാണോ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടത് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും കൃത്യമായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഞാൻ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് പറയാം. സൈലത്തിൻ്റെ ഹൈബ്രിഡ് ഓഫ്ലൈൻ റിപ്പീറ്റർ ബാച്ചിൻ്റെ പേരാണ് വീര. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത സൈലത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞുതരാം. അതായത് 2 ദിവസങ്ങളിലായിട്ടാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു കുട്ടി ഒരു ടോപ്പിക്ക് പഠിക്കുന്നത്. ഒരു ദിവസം ഓൺലൈനായിട്ടും ഒരു ദിവസം ഓഫ്ലൈനായിട്ടും. അപ്പോൾ ഓൺലൈനായി നമ്മൾ കാണുന്ന അതേ ക്ലാസ് തന്നെയായിരിക്കും അടുത്ത ദിവസം ഓഫ്ലൈനായിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് വീണ്ടും. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് 2 ദിവസം കൊണ്ടായിരിക്കും. ഇനി ഓൺലൈൻ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് എടുക്കുന്ന ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. എല്ലാ ചാപ്റ്ററുകളും ടോപ്പിക് വൈസ് ആയി ക്ലാസ് വൈസ് ആയി ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ടാവുക. അതിനൊപ്പം നിങ്ങൾക്ക് പേൾ വീഡിയോസ് അഥവാ റെക്കോർഡഡ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ടും കിടക്കുന്നുണ്ടാവും. ഇതാണ് ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ. ആക്ച്വലി സൈലത്തെ സംബന്ധിച്ചിടത്തോളം സൈലത്തിൻ്റെ ഓഫ്ലൈൻ ബാച്ചിനെ അഥവാ ഹൈബ്രിഡ് ബാച്ചിനെ നമ്മൾ വീര ബാച്ച് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിനെ നമ്മൾ ധീര ബാച്ച് എന്നാണ് വിളിക്കുക. ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്ന് ആക്റ്റീവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആണ്. അതായത് ക്ലാസ് റൂമിൽ ഫാക്കൽറ്റീസിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാനും ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. അതിനൊപ്പം ഹോസ്റ്റലുകളിലേക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഫാക്കൽറ്റീസ് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള അവസരങ്ങളുണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം ഓഫ്ലൈനിലുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പിയർ ഗ്രൂപ്പിനൊപ്പം ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതായത് ഒരേ സ്വപ്നം കാണുന്ന ഒരേ ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾക്കൊപ്പം പരസ്പരം ഡിസ്കസ് ചെയ്യാനും പരസ്പരം കോമ്പീറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആവുക ഓഫ്ലൈൻ ബാച്ച് ആയിരിക്കും. അതേസമയം ഓൺലൈൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൺലൈനിലെ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് നേരിട്ട് ചോദിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സൈലം ആപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളിലൊന്നായ AI ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പിയർ ഗ്രൂപ്പിനൊപ്പം ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആവുക ഓഫ്ലൈൻ ബാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അതിനൊപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കൂട്ടം ആളുകളാണ്, അതായത് ഒറ്റയ്ക്ക് ഇരുന്നാൽ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കുക ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും. കാരണം നമ്മുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് അല്ലേ, മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മുടെ പാരൻസിനൊപ്പം വീട്ടുകാർക്കൊപ്പം ഇരുന്നുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ബാച്ചിൽ ഒരു ജെഇ റിപ്പീറ്ററായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അതായത് ഓഫ്ലൈൻ ബാച്ചുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതായത് രാവിലെ ഇത്ര സമയം മുതൽ വൈകുന്നേരം ഇത്ര സമയം വരെ ക്ലാസ്സുകൾ ഉണ്ടാകും. ആ സമയത്ത് കൃത്യമായി നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ സ്റ്റഡി ടൈം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആക്ച്വലി അത് മുന്നോട്ട് പോകുക. ഓൺലൈനും അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആണ്. കാരണം ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. പക്ഷേ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് നമ്മൾ എടുക്കുന്ന ലൈവുകൾ അവിടെ റെക്കോർഡഡ് ആയിട്ട് കിടക്കും. അതിനൊപ്പം നിങ്ങൾക്ക് പേൾ വീഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടാകും. അതിൽ ആൾറെഡി മറ്റൊരു ഫാക്കൽറ്റി എടുത്ത റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇതേ ചാപ്റ്ററിൻ്റെ കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങളുടെ പേസിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കാണാനുള്ള സൗകര്യം കൂടി ഓൺലൈൻ ബാച്ചിലുണ്ടാവും. അപ്പോൾ പൊതുവേ നമ്മുടെ ഇടയിലുള്ളൊരു ചിന്താഗതിയാണ് ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിച്ചാൽ മാത്രമേ ജെഇ ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ പലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. അതങ്ങനെ അല്ല എന്ന് സൈലം ആക്ച്വലി ഇതിനു മുമ്പ് പലതവണ തെളിയിച്ചിട്ടുണ്ട്. 2024 സൈലത്തിൻ്റെ ജെഇ ടോപ്പർ എന്ന് പറയുന്നത് സൈലം ധീര ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. സൈലത്തിൻ്റെ ഓൺലൈൻ റിപ്പീറ്റർ ആയിരുന്നു എന്ന കാര്യം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിലോ നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ക്ലാസ്സിൻ്റെയും മെറ്റീരിയലിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒരുപോലെ തന്നെയായിരിക്കും ഓൺലൈനിലാണെങ്കിലും അതുപോലെ തന്നെ ഓഫ്ലൈനിലാണെങ്കിലും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അതായത് ഒരു ക്ലാസ് റൂം സിസ്റ്റത്തിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഒരു പിയർ ഗ്രൂപ്പിനൊപ്പം ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുക ഓഫ്ലൈൻ ബാച്ച് ആയിരിക്കും. അതായത് സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, എക്സ്ട്രീംലി സെൽഫ് മോട്ടിവേറ്റഡ് ആയ
ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ വീട്ടിൽ നിന്ന് പഠിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാൻ ഏറ്റവും ആപ്റ്റ് ആവുക ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമായ ധീര ബാച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിലെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണ് എന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുക, സ്വയം ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലേത് റിപ്പീറ്റർ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആവുക എന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക. കാരണം 2026 ജെയ് മെയിൻ നമുക്ക് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്.